അതെ, ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടേ നല്ല കപ്പ കിട്ടിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാരും പറയുന്നു അങ്ങനെ വലിയ മാറ്റം ഉണ്ടായിട്ട് 10 കൊല്ലായിട്ട് വരെ. ഒരു കാര്യം അറിയാനായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നമുക്കൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ഇത്ര വേണം. 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ഗ്യാസിന്റെ വിലയും സാധനത്തിന്റെ വില, എണ്ണയുടെ എല്ലാത്തിന്റെ വില കൊണ്ട് ഒരു മുട്ടിരിക്കുക. ഇവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പണിയില്ല. കഴിഞ്ഞ ആഴ്ചയില് ഇതുപോലെ ഹസ്ബൻഡ് 100 രൂപയായിട്ട് വന്നിട്ട് ഞാൻ അടുത്തൊരു കടയിൽ ചെന്നിട്ട് 1 കിലോ അരിക്ക് 60 രൂപ കിട്ടും. 32 രൂപയായിരുന്നു 10 കൊല്ലം. മുളക് പഠിക്കുകയാണെങ്കിലും 100 കിലോത്തിന് 60 രൂപ കിട്ടും. അപ്പൊ 100 രൂപയും കൊണ്ട് വന്നാൽ ഞാൻ 120 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. 20 രൂപ കടം പറയേണ്ടി 20 രൂപ കടം വരേണ്ടി വന്നു. നമുക്ക് ജീവിക്കാനും പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരു മീൻ കറി വെക്കുന്നെങ്കിലും ആണെങ്കിൽ ഒരു മീൻ വാങ്ങിക്കുന്നു. മല്ലിക്ക് വില കൂടിയിട്ടുണ്ട്. മല്ലി, മുളകിന് 700 രൂപ വരെ ആയി. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ട് 64 രൂപ എടുത്തു കിഴങ്ങിന്. അതുപോലെ തന്നെ തക്കാളി, വെണ്ടയ്ക്ക എല്ലാത്തിനും വില കൂടുതലാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10, 15, 20 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച സാധനമൊക്കെ എടുക്കാം 40 രൂപ 50 രൂപയ്ക്കൊക്കെ വാങ്ങിക്കും. എല്ലാവരും വെളിച്ചെണ്ണൊക്കെ ഇത്രയും വില കൂടിയില്ലേ? എങ്ങനെയും ജീവിക്കാനാണോ കുഞ്ഞുങ്ങളായിട്ട്? വെളിച്ചെണ്ണ കൂടി, അരി കൂടി, മുളക് കൂടി, മല്ലി കൂടി, എല്ലാത്തിനും വില കൂടുതലാണ്. ഈ ആഴ്ച വാങ്ങിച്ചത് 340, 360 രൂപയ്ക്കാണ് ഒരു കിലോ എണ്ണ വാങ്ങിച്ചത്. 360 രൂപയ്ക്ക് ഈ ആഴ്ച വാങ്ങിച്ചത്. ഗ്യാസിനാണ് സബ്സിഡി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അതില്ല. ഇപ്പൊ നമ്മള് 950 രൂപ കൊടുത്താൽ നമുക്ക് ഗ്യാസ് എടുക്കാൻ വരുന്നുള്ളൂ. പണ്ടൊരു 300 രൂപയെങ്കിലും നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുമായിരുന്നു. ആ സമയം